അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരാൻ താൻ തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. വലിയൊരു നയപരമായ യു-ടേൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രസ്താവനയിലൂടെ യു.എസ്. ഭരണകൂടം തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് നേരിയ പിന്മാറ്റം നടത്തിയതായി സൂചനയുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലികവും ദുർബലവുമായ വെടിനിർത്തൽ ഔദ്യോഗികമായി അവസാനിച്ചതായും ട്രംപ് വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കുന്നു. തന്ത്രപരമായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നീക്കമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധങ്ങളും കടുത്ത സൈനിക ഭീഷണികളും ഒരേ സമയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാനെ ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് യു.എസ്. ലക്ഷ്യമിടുന്നത്. എന്നാൽ വെടിനിർത്തൽ അവസാനിച്ചെന്ന പ്രഖ്യാപനം മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കും. അമേരിക്കയുടെ ഈ പുതിയ നിലപാടിനോട് കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ഭീഷണികൾക്ക് മുൻപിൽ തെഹ്റാൻ ഒരിക്കലും വഴങ്ങില്ലെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആഞ്ഞടിച്ചു. ഭയപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും തങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് അമേരിക്ക കരുതേണ്ടതില്ലെന്നും പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാക്പോരുകൾക്കിടയിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഇറാന്റെ മുന്നറിയിപ്പാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലെടുക്കിന് മേൽ തങ്ങൾക്ക് പൂർണ്ണമായ ആധിപത്യമുണ്ടെന്നും അത് കർശനമായി നിലനിർത്തുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി. ഹോർമുസ് കടലെടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടന്നു പോകുന്ന ഈ പാതയിൽ ചെറിയൊരു അനിശ്ചിതത്വം ഉണ്ടായാൽ പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ ആഭ്യന്തരവും അന്തർദേശീയവുമായ പല ഘടകങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം വിചാരിച്ചത്ര വിജയം കാണാത്തതും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തെ ചൊല്ലിയുള്ള ഭിന്നതകളും ട്രംപിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. മറുവശത്ത് സാമ്പത്തിക ഉപരോധങ്ങൾ മൂലം വിയർക്കുന്ന ഇറാനും ചർച്ചകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഒരു യാചനയുടെ രൂപത്തിൽ ചർച്ചയ്ക്ക് പോകാൻ ടെഹ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗാലിബാഫ് ഒരേ സമയം കടുത്ത പ്രതിരോധത്തെക്കുറിച്ചും തന്ത്രപ്രധാനമായ ആധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇരു വിഭാഗവും അതിർത്തികളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും സൈനിക സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ യു.എസ്. നാവികസേനയുടെ ചലനങ്ങളെ ഇറാൻ കടുത്ത ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രകോപനമുണ്ടായാലും അതിന് ശക്തമായ മറുപടി നൽകാൻ തങ്ങളുടെ റവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ നയതന്ത്ര പ്രതിസന്ധി പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയ യു.എസ്. സഖ്യകക്ഷികൾ മേഖലയിലെ സുരക്ഷാ മാറ്റങ്ങളെ ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഇസ്രയേൽ കരുതുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനുമായി നടത്തുന്ന ഏതൊരു ചർച്ചയും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്ന നിർബന്ധം അവർക്കുണ്ട്. അന്താരാഷ്ട്ര സമൂഹം നിലവിൽ ഇരു വിഭാഗത്തോടും കടുത്ത ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും വെടിനിർത്തൽ അവസാനിച്ചത് വലിയൊരു അപകട സാധ്യതയായാണ് മുന്നിൽ വെക്കുന്നത്. അമേരിക്കയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം ഒരു വശത്ത് സമാധാനത്തിനുള്ള വാതിൽ തുറക്കുമ്പോൾ മറുവശത്ത് യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ പ്രവചനാതീതമായ വിദേശ നയം ഇനിയും എങ്ങോട്ട് തിരിയുമെന്ന് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളുടെ സ്വഭാവവും അതിർത്തികളിലെ സൈനിക നീക്കങ്ങളും മാത്രമായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദേശീയ അഭിമാനവും പരമാധികാരവും പണയപ്പെടുത്തിയിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറാക്കില്ല. ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം കൈവിടില്ലെന്ന ഗാലിബാഫിന്റെ പ്രഖ്യാപനം ഇതാണ് വ്യക്തമാക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗം കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധികളിൽ നിന്നും മറ്റ് പ്രാദേശിക യുദ്ധങ്ങളിൽ നിന്നും ഇനിയും പൂർണ്ണമായി മുക്തമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ട്രംപിന്റെ നയപരമായ മാറ്റവും അതിനോടുള്ള ഇറാന്റെ ശക്തമായ പ്രതികരണവും ലോകത്തെ ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. ചർച്ചകൾ വിജയിക്കുകയും മേഖലയിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുമോ, അതോ വെടിനിർത്തലിന്റെ അന്ത്യം വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമാണോ എന്ന് വരും വാരങ്ങളിൽ വ്യക്തമാക്കും.
നയതന്ത്രത്തിന്റെ പാതയിലൂടെയല്ലാതെ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക അസാധ്യമാണ്.